പുതിയ മുഖ്യമന്ത്രിക്കും ടീമിനും ആദ്യമേ ആലപ്പുഴ രൂപതാ സമൂഹത്തിൻ്റെ ആശംസകൾ. ഈ സമയത്ത് ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് AD തോമസ് എന്ന് പറയുന്ന അസൽ മീൻപിടുത്തക്കാരൻ MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഞങ്ങൾക്ക് അതിലുള്ള വലിയ സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ AD തോമസിനും അദ്ദേഹത്തോടൊപ്പം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന എല്ലാ MLA മാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം സർക്കാർ ഈ 2-3 ദിവസത്തിനകം പ്രഖ്യാപിച്ച ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഒത്തിരിയും ജനങ്ങൾ കാത്തിരുന്ന നല്ല കാര്യങ്ങളാണ്. അതിനൊക്കെ സർക്കാരിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഈ സർക്കാരിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ പ്രത്യേകിച്ചും ഇല്ലായ്മക്കാരുടെയും പട്ടിണിക്കാരുടെയും ഉപേക്ഷിക്കപ്പെട്ടവരുടെയും ഒക്കെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സർക്കാർ നീക്കം അത് നിശ്ചയമായും കേരളം കാത്തിരുന്ന ഒന്നാണ്. അത് അങ്ങനെ കിട്ടുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ്. ഞങ്ങൾ ഈ സർക്കാർ രൂപം കൊള്ളുന്ന നേരത്ത് തന്നെ ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ലത്തീൻ കത്തോലിക്ക സമൂഹത്തിനും തീരദേശവാസികൾക്കും അർഹതപ്പെട്ട ഒരു കാര്യമാണെന്നും ഞങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു സേവന മേഖല തുറന്നു തരണമെന്നും സർക്കാരിനെ അറിയിച്ചിരുന്നു. പക്ഷേ ഇത്രയും നേരമായിട്ടും അതിനനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായി കണ്ടില്ല. വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ കടലോരവാസികളും മീൻപിടുത്തക്കാരും എല്ലാം ഞങ്ങളുടെ സമൂഹത്തിൽ പെട്ടുന്ന ആളുകളാണ്. ഇപ്പോഴാകട്ടെ തീരത്ത് ഒരുപാട് പ്രശ്നങ്ങളാണ്, നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞങ്ങളെ മനസ്സിലാക്കുന്ന, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന, തീരത്തിന്റെ ശബ്ദം മനസ്സിലാകുന്ന ആളുകൾ തന്നെ ഈ മേഖലയിൽ സേവനം അനുഷ്ഠിക്കാൻ നേതൃത്വം കൊടുക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനാണ് ഞാൻ എല്ലാവരോടും ഈ സമയത്ത് എൻ്റെ അഭ്യർത്ഥന സമർപ്പിക്കുന്നത്. ഞാൻ ആലപ്പുഴ രൂപതയുടെ PRO ആണ്, രാഷ്ട്രീയകാര്യ സമിതി ചെയർമാനാണ്. ആ നിലയ്ക്ക് ഞങ്ങളുടെ ഒരു ആവശ്യം ഇങ്ങനെ ഉണർത്തുകയാണ്. എല്ലാവിധ ആശംസകളും സർക്കാരിന് നേരുന്നു. അങ്ങനെ കേട്ടു. മാത്രമല്ല എന്താണ് പിന്നെ ഉന്നത വിദ്യാഭ്യാസം മാറ്റിക്കൊടുത്തു, അങ്ങനെയൊക്കെ കേട്ടു. അല്ല, നമുക്ക് എന്ത് ചേഞ്ച് വരുത്തുന്നതിന് നമുക്ക് അതിനോടൊന്നും ഒരു കുഴപ്പമില്ല. ഞങ്ങളാണ് ഇവിടെ തീരത്ത് കഴിയുന്നത്, ഞങ്ങളാണ് ഈ കാറ്റ് കൊള്ളുന്നത്. അപ്പൊ ഞങ്ങളുടെ സ്വരം കൂടി ഒന്ന് പരിഗണിച്ചിട്ട് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ അഭ്യർത്ഥന വെക്കുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് സാമുദായിക നേതാക്കള് ഭരണത്തിൽ ഇടപെടണ്ടെന്നാണ് പറയുന്നത്. ഇല്ല, ഞങ്ങൾ ആരും ഭരണത്തിൽ ഇടപെടുന്നില്ല. ഞാൻ ഇത് ഒരു അഭ്യർത്ഥന, ഒരു പൗരൻ എന്ന നിലയിൽ ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന പറഞ്ഞൂടെ, അത് മാത്രമാണ് പറയുന്നത്. കാരണം ഞങ്ങൾക്കിതൊരാവശ്യമാണ്. കാരണം നിരവധിയായ ഒരു കാര്യം മനസ്സിലാക്കണം, നിരവധിയായ പ്രശ്നങ്ങൾ കടലിലുണ്ട്. ഇപ്പൊ തന്നെ കഴിഞ്ഞ കൊല്ലം 60-ലേറെ ആളുകളാണ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കടലിൽ വീണ് മരിച്ചത്. ഹാർട്ട് അറ്റാക്ക് വന്ന് കടൽ ക്ഷോഭിച്ച് പലതരത്തിൽ മരിച്ചത്. ഞാൻ ഇവിടെ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് കടലിൽ ഒരു അപകടം ഉണ്ടായാൽ രക്ഷാപ്രവർത്തനത്തിന് ഈ ആലപ്പുഴയിൽ എന്ത് സംവിധാനമാണുള്ളത്? ഒന്നുമില്ല. നേരെ കളക്ടറെ അറിയിക്കും, കളക്ടർ ഉടനെ തന്നെ ഹെലികോപ്റ്റർ വിളിക്കും, ഷിപ്പ് വിളിക്കും. ഈ ഹെലികോപ്റ്ററും ഷിപ്പും വരുമ്പോൾ ഞങ്ങൾ ഇവിടെ ആളെ അടക്കി കഴിയും. ഇതാണ് സംഭവം. അപ്പൊ ഞങ്ങൾ തന്നെ പറയുന്ന അതിനപ്പുറം ഇത്രയേറെ അഡ്വാൻസ്ഡ് ടെക്നോളജിയും സയൻസും വളർന്ന ഒരു കാലത്ത് എന്തുകൊണ്ട് കടലിൽ മീൻ പിടിക്കുന്ന ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും പ്രാദേശികമായൊക്കെ ചെയ്തുകൂടെ? അതൊക്കെ ചെയ്യാൻ പ്രാപ്തിയുള്ള, മീൻ പിടിക്കാൻ പോയിട്ടുള്ള ഒരാളാണ് AD തോമസ്. അപ്പൊ അദ്ദേഹവും ഇവിടെ ഈ സമൂഹത്തിൽ നിന്ന് ജയിച്ചു വന്നിട്ടുണ്ട്. അല്ല, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരാളെയും ഞങ്ങൾക്ക് പറയാനില്ല. ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽ നിന്ന് ഒരാൾ ഞങ്ങൾക്ക് സ്വീകാര്യനാണ്, അത്രേ ഉള്ളൂ. അല്ല, തീർച്ചയായിട്ടും അത് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കാനുള്ളത്. അദ്ദേഹത്തെ ആക്കിയാൽ ഞങ്ങൾ വളരെ സന്തോഷം. മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ പരിഗണിക്കാൻ സാധിച്ചാൽ അത് ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അല്ല, ഞങ്ങൾ ഇങ്ങനെ പിന്നെ AD തോമസിനെ തന്നെ ആക്കണമെന്ന് പറഞ്ഞ് സമീപിച്ചിട്ടില്ല. ഞങ്ങളുടെ സമൂഹം ലത്തീൻ കത്തോലിക്ക സമൂഹത്തിൽ പെടുന്ന തീരദേശത്തുള്ള ഒരാളെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് തീരദേശത്ത് ഇപ്പൊ വിൻസെന്റ് ഉണ്ട്, പിന്നെ അതുപോലെ AD തോമസ് ഉണ്ട്,
അതും കൂടാതെ ഷിബു ബേബി ജോൺ ഉണ്ട്. ഇപ്പം ഈ പിന്നെ കോൺഗ്രസ്സുകാരനല്ലെങ്കിലും ഷിബു ബേബി ജോൺ ഉണ്ട്. അപ്പൊ അദ്ദേഹവും ഈ സമൂഹത്തിൽ പെടുന്നതാണ്. നേരത്തെ കോൺഗ്രസിന്റെ മന്ത്രിമാരായിരുന്നു ഫിഷറീസ് കൈകാര്യം അതെ 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 അതെ, ലീഗിന് കൊടുത്തിരിക്കുകയാണ്. ആർക്ക് വേണേലും അതെല്ലാം മുഖ്യമന്ത്രിയുടെ പോർട്ട്ഫോളിയോ ആണ്. അത് അദ്ദേഹമാണ് അത് തീരുമാനിക്കാനുള്ളത്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ അഭ്യർത്ഥന സമർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തീരുമാനം ഉണ്ടായില്ലെങ്കിൽ എന്തായിരിക്കും അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഞങ്ങൾ ഒരു ഭീഷണിയും ഞങ്ങളുടെ ശബ്ദത്തിലില്ല, ഒരു ഭീഷണിയും ഇല്ല. ഞങ്ങൾ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഇതാണ് താല്പര്യം. അത് പരിഗണിക്കാമെങ്കിൽ പരിഗണിക്കുക. കാരണം ഇനിയും നമ്മൾ ഓരോരുത്തരും നമ്മൾ ഒരുമിച്ച് പോകേണ്ടവരല്ലേ. അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ അതത് സമയത്ത് പറയുന്നത്. ഞങ്ങൾ മിണ്ടാതിരുന്ന വെച്ചാൽ നിങ്ങൾ എന്താ അന്ന് മിണ്ടാതിരുന്നു എന്ന് ചോദിക്കത്തില്ലേ? അതുകൊണ്ടാണ് ഇപ്പം മിണ്ടുന്നത്. തീരദേശ മേഖലയിൽ ഇപ്പോൾ ഒരുപാട് വികസനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാൻ ഉണ്ടല്ലോ. ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ബ്ലൂ ഇക്കോണമി എന്ന് പറയുന്ന പുതിയ സമ്പ്രദായം വരികയല്ലേ. അതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായും സാങ്കേതികമായും ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ക മീൻപിടുത്തക്കാര് ഒരുപാട് സഫർ ചെയ്യാൻ പോകുന്ന ഒരു കാലമാണ് ഇപ്പൊ വരുന്ന. ഈ മാറ്റങ്ങൾക്ക് എല്ലാവരും മീൻപിടുത്തക്കാരുടെ വലിയ ഒരു മാത്രമല്ല, ഇനി ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിന്റെ വളർച്ച കടലോരത്ത് നിന്നാണ്. അതാണ് ഇനിയുള്ള സാധ്യത. അപ്പൊ ഈ സാധ്യത ടാപ്പ് ചെയ്യണം. തീർച്ചയായിട്ടും ഈ ബ്ലൂ ഇക്കോണമി, അതിന്റെ റിപ്പർക്കഷൻസ്, അതെല്ലാം ശരിക്കും ശാസ്ത്രീയമായി പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ കടലോരത്തിന് ഒരു പാക്കേജ് തന്നെ ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു അഭ്യർത്ഥന. അതെ അതെ അതെ, അതാണ് കടലിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്ന അറിയാമോ? നിരന്തരമായ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ കടലോരത്തെ ജനങ്ങളുടെ കൃത്യമായ കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ രംഗത്ത് വരുന്നതാണ്. എനിക്ക് പുതിയ ആളെ അറിയത്തില്ല. ഇപ്പോഴാണ് ഞാനത് കേട്ടത്. ആണോ? അല്ല, അത് ഏത് പാർട്ടിയിൽപ്പെട്ടോ ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണേലും പ്രശ്നം. പക്ഷെ ലത്തീൻ കത്തോലിക്ക സമൂഹത്തിൽ നിന്നാണ് സാധാരണ. ഇപ്പൊ മെൽസിക്കുട്ടിയെ പോയിക്കാൻ ഞങ്ങളുടെ ആൾ തന്നെ ആയിരുന്നു. അപ്പൊ അതേപോലെ ഞങ്ങൾക്ക് ഒരു പിന്നെ വളരെ ഒരു ആഭിമുഖ്യമുള്ള, കടലറിയാവുന്ന, തീരം അറിയാവുന്ന, ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആളുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഞങ്ങളുടെ ഒരു ആർഗ്യുമെന്റ് അതാണ്. ഇപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അവരിൽ നിന്ന് ഒരാളെ എടുത്തുകൂടെ? മാത്രമല്ല, ഇപ്പൊ മുഖ്യമന്ത്രിയും പുതിയ മന്ത്രിസഭയും എന്തുമാത്രം കാരുണ്യപൂർവ്വം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അക്കൂട്ടത്തിൽ ഞങ്ങൾ എന്തിനാണ്? ഞങ്ങൾ മാത്രമേ എല്ലായ്പ്പോഴും തടയപ്പെടുന്നത് എന്തിനാണ്? അതാണ് ഒരു പ്രശ്നം. നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ആ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്ന സൈന്യമാണ് മീൻപിടുത്തക്കാര്. അത് ശരിക്കും അതിനുള്ള സാധ്യതയുണ്ട്, കഴിവുണ്ട്, കരുത്തുണ്ട്, കറേജിയസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഞാനൊരു നിർദ്ദേശം വയ്ക്കുന്നത് എപ്പോഴും ഈ മീൻപിടുത്തക്കാരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ചെറുപ്പക്കാരെ തെരഞ്ഞുപിടിച്ച് പരിശീലിപ്പിച്ച് സ്കൂബ ഡൈവിങ്ങും മറ്റും പഠിപ്പിച്ച് പ്രാദേശികമായ ഒരു രക്ഷാപ്രവർത്തന സംഘത്തെ രൂപീകരിക്കണം. അങ്ങനെയാണെങ്കിൽ കടലിലുണ്ടാകുന്ന ആപത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഒരു സംഘം നമ്മുടെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഹെലികോപ്റ്റർ തിരക്കി പോകണ്ട, ഷിപ്പ് തിരക്കി പോകണ്ട. അവരിവിടെ വരുമ്പോൾ എന്തെല്ലാം സംഭവിക്കുന്നത്? അതിനു മുമ്പ് തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. കാരണം ഞാൻ കൃത്യമായിട്ടൊരു കാര്യം കൂടി പറയാം. തുമ്പോളി കടൽ തീരത്ത് ഇതേപോലെ ഒരാൾ മരിച്ചു എന്ന് അറിഞ്ഞിട്ട് ഉടനെ തന്നെ കളക്ടറെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം എറണാകുളത്ത് വിളിച്ചു പറഞ്ഞു. അവിടെ നിന്ന് ഒരു ഷിപ്പ് വരുന്നത് ഞാൻ നേരിൽ കണ്ടതാണ്. ആ ഷിപ്പിൽ നിന്ന് കുറെ പേര് ചാടി. എന്നിട്ട് അപ്പോഴെന്ത് പറ്റി? അവരപ്പം തന്നെ തിരിച്ചു ചാടി. കാരണം നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു. മഴയുള്ള കടൽ ക്ഷോഭിച്ചിരിക്കുന്ന സമയത്ത് പരിചയമില്ലാത്ത വേറെ എന്തോ പഠിച്ചെന്നും പറഞ്ഞിട്ട് വന്ന് ചാടിയാലൊന്നും ഇവിടെ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. ഇത് ഈ കടലറിവുള്ള, കടലിൽ ജീവിക്കുന്ന, കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ തന്നെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അതിന് ഈ മനുഷ്യരെ പരിശീലിപ്പിക്കണം. ഞങ്ങൾ അതിന് പ്രാപ്തരാണ്. പണ്ടത്തെ പോലെയല്ല. തീരത്തുള്ള മത്സ്യത്തൊഴിലാളികൾ ശരിക്കും പ്രാപ്തരാണ്. ഇപ്പോൾ അറിവുള്ളവരാണ്, വിവരമുള്ളവരാണ്. ടെക്നിക്കലി ഓൾസോ ഞങ്ങൾ കഴിവുള്ള ആൾക്കാരാണ്. അങ്ങനെ ഒരു മന്ത്രി വേണം. അതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഇല്ല, ഞങ്ങൾ ഒരു സമരവും ഒരു ഭീഷണിയും ഇല്ല. ഇത് അഭ്യർത്ഥനയാണ്. ഇതൊരു അഭ്യർത്ഥനയാണ്, ഒരു ഭീഷണിയും ഇല്ല. താങ്ക് യു.